തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തിൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 4-ാമത് വാക്യം, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പദമാണ്. യോബിൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കേണ്ടി വന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ നിരവധി ചോദ്യങ്ങളുടെ മുൻപിലൂടെ താൻ കടന്നു പോകുമ്പോഴും നല്ല മനോഭാവത്തോടെ താൻ പറയുന്ന പദം, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു സഖ്യത എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവസാന്നിധ്യമുള്ള ഒരു സാഹചര്യം, ദൈവത്തിൻ്റെ സഖ്യതയുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാമിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു വരികയാണ്. ദൈവദൂതന്മാരെന്നറിയാതെ അബ്രഹാം അവരെ ആദരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്രഹാമിന് ആഴമായ ഒരനുഗ്രഹം അവർ മടങ്ങിപ്പോകുവാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നൽകുന്നുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിച്ച് നിൽക്കുന്ന അബ്രഹാം ആ ദൂതന്മാർ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ അവരോടുകൂടെ അവരെ യാത്ര അയക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. സോദോം വഴിക്ക് അവർ തിരിയാൻ തുടങ്ങുന്ന ഇടം വരെ അബ്രഹാം അവരോട് കൂടെ നടന്നു. ആ സന്ദർഭത്തിൽ അബ്രഹാം അവരെ യാത്ര അയക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ അവർ പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് അബ്രഹാമിനോട് ആ ദൂതന്മാർ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് വിവരിച്ച് പറയുന്നത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ സഖ്യത അനുഭവിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്നതായ ഒരു ആത്മസന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് പറയുന്നതും ദൈവമായി സഖ്യതയുള്ള, ദൈവമായി സ്നേഹമുള്ള, ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മെയും ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്നാണ്. നാം നമ്മുടെ ശരീരത്തിൽ വസിക്കും കാലത്ത് നമ്മുടെ ദൈവത്തോട് സഖ്യതയുള്ളവരായി നാം ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയുന്നൊരു ദൂത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദൈവമായി സഖ്യതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഉത്തമമായ ദൈവത്തോടു കൂടെയുള്ള ഒരനുഗ്രഹീത വാസത്തിനുള്ള കാലമാണ് എന്ന് നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമായി ആഴമായ സഖ്യതയിൽ നമ്മുടെ ജീവിതം നാം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന, അല്ല ദൈവത്തോടു കൂടെ നാം വസിക്കുന്ന ഒരനുഗ്രഹീത കാലം നമ്മുടെ മുൻപിലുണ്ട്. ആ കാലത്തിനായി ദൈവത്തോട് സഖ്യതയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് സഖ്യതയുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ.
എല്ലാ അനുഗ്രഹങ്ങളും ഈ വചനം കേട്ടവരുടെ മേൽ പകരട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.